ഹായ് ഗെയ് ഇന്ന് നമ്മള് ഫേസ് ബ്ലീച്ച് ചെയ്യാൻ പോണാണ്. എന്റെ ഫേസ് കുറച്ച് ഡള്ളാണല്ലോ, വലിയ തിളക്കമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ ഈ 45 റുപ്പീസിന്റെ സെമ്മ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് 10-65 വിറകുണ്ട് കേട്ടോ. ഇപ്പൊ ശരിക്കുള്ള ഞാനേ വിറകുണ്ട്. പക്ഷെ എനിക്ക് ഇത് വരെ കൂടുതലായിരിക്കും. അതായത് ഞാൻ ഫേസിൽ മാത്രമല്ല, ഞാൻ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനൊക്കെ ചെയ്യാൻ പാടണ്ട, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പേപ്പർ ഉണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു കയ്യിൽ, പിന്നെ ഉള്ളത് ഇത് ഇത്ര ഉള്ളു കേട്ടോ. ഇതും ക്രീമും പിന്നെ ആക്ടിവേറ്ററും. ഞാൻ ഇത് ഫുൾ ഇടാറുണ്ട്. ബാലൻസ് വരുന്ന ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ, വലുത് വാങ്ങിക്കുന്ന സമയത്ത് എന്തെന്നാണ് നമ്മ ഇത് ഫുള്ള് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഫുള്ള് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പതഞ്ഞ് പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 21 ദിവസം, ഒരു മാസത്തിന് ശേഷമാണ് രണ്ടാമത് ഇത് വാങ്ങി മുഖത്ത് തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചുവന്ന് ചോരച്ച് പോകും. മനസ്സിലായോ? തൊലിയൊക്കെ വിളകി പറഞ്ഞു പോകും. അപ്പൊ ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ക്രീമിൽ ഈ ഫുൾ ആക്ടിവേറ്റർ ഇടാറുണ്ട്. ഞാൻ ഇതൊന്ന് മിക്സ് ആക്കട്ടെ. ഇത് ഒരു സെപ്പറേറ്റ് എനിക്ക് ഈ ഫോൺ എടുത്ത് കാണിക്കാൻ പറ്റാത്തത് അതിൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഈ ഇതുമ്മലേക്ക് ഇടണേ. ഫുള്ളിട്ട് മറ്റേ ഈ കയ്യിൽ ഉപയോഗിച്ച് മിക്സ് 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 അത് കുറച്ചു നേരം നല്ലോണം മിക്സ് ആക്കി അവിടെ വെച്ചേക്കാം. ഒരു സെക്കൻഡ്. ഇതിന്റെ ഓൾറെഡി ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. മിക്സ് 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 നല്ലോണം മിക്സ് ചെയ്യാം. എന്ത് കഷ്ടപ്പാടല്ല ഇങ്ങനെയൊക്കെ വീട് കൊടുക്കാൻ. അങ്ങനെ ഒരു സാധാരണയായിരിക്കും എന്റെ ഈ വക ബ്ലോഗ്സ്. കോണ്ടന്റ് കാരണം കൊണ്ടാണ് ഇതൊക്കെ കലക്കി തേച്ച് കിട്ടണം നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. രോമൊക്കെ നല്ല ചെന്തിച്ചാണ് നമ്മുടെ ഫേസ് വെട്ടം പൊളിച്ചൊക്കെ തോന്നണം. ഇത് ഞാനേ പാർലറിൽ പോയി ചെയ്യാറുണ്ട്. പാർലറിൽ പോയിട്ട് 10-500 കൊടുത്ത് ചെയ്യണം വരെ 10-45 രൂപ നമുക്ക് വീട്ടിൽ ചെയ്താൽ പോരെ. അങ്ങനെ പാർലറിൽ പോയിട്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈശോയെ, പിരികത്ത് മുടിയിലൊക്കെ ഇത് വെച്ച് തേച്ച വെള്ളത്ത് പോട്ടാ പിരിക മുടിയൊക്കെ. ഈ ഫോണൊക്കെ ചെയ്യണത് ഭയങ്കര കഷ്ടമാണ്. പണ്ടാരടങ്ങാനായിട്ട് പണ്ണാടുന്നൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്കൊന്നും വാരി തേക്കാൻ പോണ്ട. എന്നാല് ഇവിടെ നിങ്ങൾ ചെയ്തോ. കുറച്ചൊക്കെ വാരി തേക്കും. മൂക്കിലും മീശയിലും താടിമേലൊന്നും വെച്ച് പുരട്ടാതിരുന്നാ മതി. പുരട്ടാന്നോ? പുരട്ട തേക്ക തേക്കാതിരുന്നാ മതി. എന്റെ തലമുടിയൊക്കെ ഇന്ന് മാറാവൂന്ന് എനിക്ക് തോന്നുന്നു. കണ്ണിലൊക്കെ വെച്ച് തേക്കില്ലട്ടാ. കണ്ണിലൊന്നും വെച്ച് തേക്കാനേ പാടില്ല. എന്ത് മുഖത്തിട്ടാലും കഴുത്തിലിടാൻ മറക്കരുത്. ഈ രണ്ട് കളറായിട്ടില്ല. അന്നും പറഞ്ഞ് ഇത് വെച്ച് ഞാൻ തേച്ച് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറുന്നല്ല. ഇതിലൊക്കെ തേച്ച് മതി. ബാക്കി കൈയെടുക്കാനോ.
ഓക്കെ, ഡൺ. ഇനി നമുക്ക് കൈകളിൽ തേക്കാം, കാലുകളിൽ തേക്കാം. ഇത്രയും ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ലോണം ബാലൻസ് തരും. ഇത്രയുണ്ട്. ഇത് ഞാൻ ഇനി കയ്യിലും കാലിലൊക്കെ വെച്ച് തേക്കും. 15 മിനിറ്റിന് കൂടുതൽ ഫേസിൽ ഈ സാധനം വെക്കാൻ പാടില്ല. ഫേസിലെന്നല്ല എവിടെ തേച്ചാലും ഇത് വെക്കാൻ പാടില്ല. കഴുകി കളയണം. പിന്നെ ഇത് തേച്ചതിന് ശേഷം വെയിലത്ത് ഇറങ്ങി നടന്ന നല്ല ചാള വറുത്തതുപോലെ ആവും. 2 ദിവസത്തേക്ക് വെയിലത്തൊന്നും ഇറങ്ങരുത് കേട്ടോ. ഞാനപ്പൊ കയ്യിലും കാലിലും തേച്ചിട്ട് വരാം. ഇതില്ലേ നമ്മൾ ഇട്ട് കഴിയുമ്പോ സാധാരണ കുറച്ചൊരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവും, ഒരുമാതിരി ഇടണം. പക്ഷെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നണയാണെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ഞാൻ നേരത്തെ ഇതെടുത്ത് ഇവിടെയൊക്കെ തേക്കുമായിരുന്നു. കണ്ണിന്റെ ചുറ്റും ഒഴിവാക്കുക. അല്ലെങ്കിൽ എരിഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് കണ്ടാലോ, അല്ലെങ്കിൽ നമുക്കൊരു എരിച്ചിൽ പോലെ തോന്നും. പിന്നെ മുഖത്തിന് നമുക്കൊരു ചെറിയ കിരികിരാന്ന് തോന്നും. പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇച്ചിരി കൂടുതലാണെന്ന്. കൂടുതലായി കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടത്. നല്ല മാറ്റമൊന്നും ഈ പേട്ട ഫോണിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ഉണങ്ങാൻ വിടാം. എങ്ങനെയുണ്ട്? ഞാൻ കാലിൽ ഇട്ടിട്ടാ. കയ്യിലിടാത്ത എന്താന്ന് വെച്ചാ, കാലിൽ ഞാനിപ്പോ തേച്ചു. കയ്യിലിടാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനി എന്തായാലും 15 മിനിറ്റ് മുഖം കഴുകുന്ന സമയത്ത് കയ്യില് വെള്ളം മുട്ടിയിട്ട് കയ്യിലേം പോകുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കയ്യിലിടാത്തത്. അതായത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കയ്യിലിടാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കയ്യില് 15 മിനിറ്റ് ഇടാൻ പറ്റില്ല. ഏത് എന്റെ കണ്ണെന്ന് അറിയണം നോക്കി. അത് ഇതിന്റെ ആ സാധനം അടിച്ചിട്ടാണ്. ഇതെനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അതല്ലാതെ എനിക്ക് ഇവിടെ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടാ. ഇത് ഇടുന്ന സമയത്ത് കണ്ണിലും വായിലൊന്ന് പോവാതെ നോക്കണം കേട്ടാ. ഇപ്പൊ നമ്മൾ ഈ സവാളയൊക്കെ എരിയുമ്പോ അല്ലെ അടപ്പത്ത് മറ്റേ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പുകയൊക്കെ അടിക്കുമ്പോ കണ്ണ് നിറയില്ലേ? ആ സെയിം പോലെ തന്നെ എന്തോ ഒരു സാധനം അടിച്ചിട്ടാണ് കണ്ണീന്ന് അറിയണത്. കണ്ണീന്ന് മൂക്കിന്നൊക്കെ വന്നിട്ട് ഗൈസ്. കണ്ണീന്ന് മാത്രല്ല മൂക്കിന്നൊക്കെ വന്നിട്ട്. 15 മിനിറ്റ് ആയാ പയ്യെ പയ്യെ ഉണങ്ങണ്ടല്ലേ. ഇത് കൂടി ഇച്ചിരി കൂടിപ്പോയാ അമ്മച്ചി. എനിക്ക് മടിയാവുന്നു 15 മിനിറ്റ് ഒക്കെ വെച്ചോണ്ടിട്ട്. ഇത് സോപ്പൊന്നും ഇട്ട് കഴിയരുത്. തണുത്ത വെള്ളത്തിൽ കഴുകി കളയാ. പിന്നെ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടാ. 6-8 മണിക്കൂറത്തേക്ക് സോപ്പൊന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിൽ കഴുകണം. ഓക്കെ, ഇതുവരെ വന്നിട്ട് ഈശ്വര വേർക്കണോ? ഹേ ഗൈസ്, അങ്ങനെ നമുക്ക് ഫേസ് വാഷ് ചെയ്തു. എങ്ങനെയുണ്ട്? 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 തിളങ്ങിയാ? ഇനിയിപ്പോ ഇത് തുടക്കാതെ കാറ്റത്ത് ഉണങ്ങാൻ വിടണം. കാറ്റത്ത് ഉണങ്ങാൻ പൊക്കോട്ടെ മുഖം. ഇനി നമുക്ക് കയ്യിൽ കൂടി ഇട്ടിട്ട് വാഷ് ചെയ്യാം. അത് നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ അന്ന് അത്രേ ഉള്ളൂ. ഹായ്.